നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുള്ളങ്കി കൊണ്ട് നല്ലൊരു വിഭവമാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് മുള്ളങ്കി ഫ്രൈ അല്ലെങ്കിൽ മുള്ളങ്കി റോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2 മുള്ളങ്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പീല് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം. ഇങ്ങനെ ഇനി നമുക്കിതൊരു ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഞാനുണ്ട്. അപ്പോൾ വളരെ കനം കുറച്ചിട്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലൊരു ചോപ്പറാണിത്, ഒരു ഗ്രേറ്ററാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഗ്രേറ്ററാണ് കേട്ടോ. നല്ല മൂർച്ചയാണ് ഇപ്പോഴും ഇതിന്. ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കനം കുറച്ചിട്ട് നമുക്കിത് കിട്ടും. പെട്ടെന്ന് തന്നെ ജോലി തീരുകയും ചെയ്യും. കണ്ടോ, തീരെ നൈസായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവോള, ഇതുപോലെ ഒരുപാട് പൊടിയായിട്ടില്ല എങ്കിലും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മുള്ളങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയോ എന്ത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം, ഒരു 1.5 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലേക്കൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. സവോള നല്ലതുപോലെ ഫ്രൈ ആകണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ താഴെ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് മതി. പോരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി ഫ്രൈ ആയി വരുന്ന സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മുള്ളങ്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം കൈകൊണ്ടൊന്ന് തളിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, കാരണം ഇതിലുള്ള ഈ ഒരു നനവ് കൊണ്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം തീരെ കനം കുറച്ചിട്ടാണ് ഞാനിത് ചോപ്പ് ചെയ്തെടുത്തത്. നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒതുക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു 7 മിനിറ്റോളം വേണം കേട്ടോ ഇതിൽ എന്ത് വരാനായിട്ട്. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് ഓരോ മിനിറ്റ് ആകുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഒരു നനവായിട്ടുണ്ട്. ഇനി ഈ ഒരു നനവിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം, എങ്കിലേ നമുക്ക് ഇങ്ങനെയായി വരുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ വെള്ളം ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല, എരിവ് കൂടുതലാവും. ഇനി നമുക്ക് നല്ലതുപോലെ ഇതുപോലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് നോക്കി ഇവിടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി, വെന്തിട്ട് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ നമ്മൾ നിരത്തിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടച്ച് വയ്ക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇതിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. പക്ഷേ നമുക്കത്ര ഹെൽത്ത് അത്ര ശരിയാകില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി വളരെ കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കിടിലം ടേസ്റ്റിൽ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മുള്ളങ്കി ഫ്രൈ അല്ലെങ്കിൽ മുള്ളങ്കി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമേ വരാം. താങ്ക് യു.